വെൽക്കം ടു IDC പോഡ്കാസ്റ്റ്. നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് പിന്നെ ടെക്നിക്കൽ വെറായിട്ടും അങ്ങനെ ടെക്നിക്കലിന്റെ എല്ലാ ഏരിയകളെ കുറിച്ചും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ IDCന്റെ പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്, എല്ലാവരും എയിം ചെയ്യുന്നത് പിന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ നമ്മള് സ്റ്റുഡൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എന്ന നിലയിൽ പിന്നെ എല്ലാ ഏരിയകളിലേക്കും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ സോഷ്യൽ മീഡിയകളിലേക്ക് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഈ മൂവിന്റെ അകത്തുള്ള വയലൻസ് ആണ് യുവാക്കളെ പിന്നെ പല പ്രശ്നങ്ങളിലേക്കും കൊണ്ടുവരുന്നതാണ് എന്നാണ് ഇപ്പോ റീൽസിലും ഷോർട്സിലും ഒക്കെ പിന്നെ ഭയങ്കര ചർച്ച ചെയ്ത് വരുന്നത്. അപ്പോ അത് വരാൻ കാരണം തന്നെ ഇപ്പൊ അടുത്ത് റിലീസായ മാർക്കോ എന്ന പടത്തിനെ കുറിച്ചിട്ടാണ് കൂടുതൽ എയ്റ്റിംഗ് ആ ഒരു സംഭവം വരുന്നത്. അപ്പോ അതിനെ കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത്? മീൻസ് വയലൻസ്, മൂവിന്റെ അകത്തുള്ള വയലൻസ് തന്നെയാണോ ഈ യുവാക്കളെ ആകർഷിക്കുന്നത്? എന്തുകൊണ്ട് മൂവിന്റെ അകത്തുള്ള വയലൻസ് മാത്രമല്ല മറ്റുള്ള കാര്യങ്ങളും കൂടെ എന്തുകൊണ്ട് ആകർഷിക്കുന്നില്ല? അതെന്തുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടോ? അതിപ്പോ പൊതുവെ സിനിമകളെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയ്ക്ക് ഓബ്വിയസ്ലി ഒരു ഇൻഫ്ലുവൻസ് ഫാക്ടർ ഉണ്ട്. നമ്മൾ എങ്ങനെ നോക്കുകയാണെങ്കിൽ ഇൻഫ്ലുവൻസ് ഫാക്ടർ ഉണ്ട്. അത് എങ്ങനെ ഓഡിയൻസ് അതിനെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളതിനാണ് കാര്യം. നമ്മളിപ്പോ പടങ്ങൾ എന്നുള്ളത് ഒരുപാട് ജോണർ ഉണ്ട്. ഒരുപാട് ജോണർ വെച്ചാൽ നമുക്ക് കയ്യിൽ എണ്ണിയാൽ ഒതുങ്ങാത്തത്ര ജോണർ ഉണ്ട്. പക്ഷെ ഇപ്പോ ഈ വയലന്റ് ഫിലിംസ് കാരണം ആൾക്കാർ വയലന്റ് ആവുന്നു എന്നുള്ളൊരു ഇത് ശരിക്കും തെറ്റാണ്. അങ്ങനെ ആവുമ്പോ എല്ലാരും നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാക്കില്ല, ഇത് തന്നെ ആയിരിക്കും ഉണ്ടാവുക, അല്ലെ? ശരിയല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ബോളിവുഡ് മൂവീസ് നോക്കിക്കഴിഞ്ഞാല് അധികവും വയലൻസിന അല്ലെങ്കിൽ ഒരു മുക്കാഭാഗം വയലൻസ് പടങ്ങൾ ഒക്കെ തന്നെയാണ് ഉള്ളത്. അപ്പൊ എന്ന് വെച്ചിട്ട് അവിടെ ഒക്കെ ഫുള്ള് ക്രൈംസ് മാത്രമാണോ നടക്കുന്നത്? അല്ലല്ലോ. അപ്പൊ ഇപ്പൊ ചർച്ചയായിട്ടുള്ളത് മാർക്ക് പോലുള്ള ഉണ്ണിമുകുന്ദന്റെ ആക്ഷൻസും പിന്നെ അതിൻ്റെ അകത്തുള്ള വയലൻസ് ഒക്കെ ഭയങ്കര ഡേഞ്ചറായി എന്നുള്ളതാണ് ഇപ്പം ചർച്ചയിൽ വരുന്നത്. ഓ, മാർക്കോനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ CBFC ഉണ്ട്, അതായത് നമ്മുടെ സെൻസർ ബോർഡ്. അപ്പൊ ഈ സെൻസർ ബോർഡിൽ നമുക്ക് കുറച്ച് റേറ്റിംഗ്സ് ഉണ്ട്, അതായത് സെൻസർഷിപ്പിന്റെ റേറ്റിംഗ്സ് ഉണ്ട്. U എന്ന് വെച്ചാൽ പെർഫെക്റ്റ്ലി ക്ലീനും, A എന്ന് വെച്ചാൽ ഫോർ അഡൾട്ട്സ് ഓൺലിയും, S എന്ന് വരുമ്പോ സ്പെഷ്യൽ സ്ക്രീനിങ്സ് വേണ്ടി. അത് നമുക്ക് പൊതുനിരത്തിൽ കാണിക്കാൻ പറ്റാത്ത പടങ്ങളാണ് നമ്മൾ സ്പെഷ്യൽ ഓഡിയൻസിന് വേണ്ടി S എന്ന റേറ്റിംഗ് നമ്മൾ കൊടുക്കാം. ഈ A റേറ്റിംഗ് വരുന്ന പടങ്ങൾ, അതായത് ഈ അഡൾട്ട്സിന് വേണ്ടി മാത്രം നീക്കി വെച്ച പടങ്ങൾ, അത് 18 വയസ്സിന് താഴെയുള്ളവർ കാണുമ്പോൾ, അതായത് മൈനേഴ്സിന് ഇത് എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്ന് വെച്ചിട്ടാണ് ഇവർക്ക് പ്രശ്നം വരുന്നത്. പക്ഷെ അത് ശരിക്കും എന്റെ ഒരു അഭിപ്രായത്തില് തിയേറ്ററിൽ വെച്ചിട്ടല്ല ആ ഒരു സെൻസർഷിപ്പ് നടക്കേണ്ടത്. അതെ അല്ലെ? അതെ. അപ്പോ A റേറ്റഡ് ആയിട്ടുള്ള പടങ്ങൾ ഞാൻ തിയേറ്ററിൽ മാർക്കോ കാണാൻ പോയപ്പോൾ എന്റെ തൊട്ടിപ്പുറത്ത് ഇരുന്നത് 3-4 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണ്. അവൻ കാണുന്നത് എന്താ? അവൻ കാണുന്നത് ചോരയും ഇതൊക്കെയാണ്. അപ്പൊ ഇത് നോർമലൈസ് ചെയ്യുന്ന രീതിക്ക് നമ്മളിങ്ങനെ പോവുക. ഈ വയലൻസ് ഒക്കെ ഇതൊക്കെ നിത്യേന നടക്കുന്ന സംഭവമാണുള്ള ഈ 3 വയസ്സ് അല്ലെങ്കിൽ ചിന്തിക്കാൻ പോലും കെൽപ്പില്ലാത്ത ഒരു കുട്ടീന്റെ മനസ്സിലോട്ട് ആദ്യം കയറി വരുന്ന സംഭവം ഇതാ. അങ്ങനെ ആകുമ്പോ പിന്നെ നമുക്ക് ഈ സെൻസർഷിപ്പിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. അത് നമ്മൾ നടപ്പാക്കുന്നത് എന്തിനാ? അതായത് വേണ്ട ഓഡിയൻസിലോട്ട്, അതായത് ഇത്ര പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ട കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് അവർക്ക് മാത്രം ചിന്തിച്ച് അതിന് പ്രോസസ് ചെയ്ത് വേണ്ട ഒരു ഇൻപുട്ട് ആക്കി അവർക്ക് വെക്കാനാവുന്ന രീതിക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്, അല്ലേ? അപ്പോ ഒരു ചിന്തിക്കാൻ പോലും കെൽപ്പില്ലാത്ത ഒരു കുട്ടി അത് കാണുന്നതിനിടയ്ക്ക് അവനെന്താ മനസ്സിലാക്കേണ്ടത്? ഓ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവനെ അടിച്ചു വന്നാല് കുഴപ്പമൊന്നുണ്ടാവില്ല, കുറച്ച് ചോര തെറിക്കുമ്പോൾ പിന്നെ എണീറ്റ് വരും. മാർക്കോ സിനിമയിൽ കൈപൊട്ടി കിടക്കുമ്പോൾ ചോദിക്കുന്നത് നിനക്ക് വേദനിക്കുന്നുണ്ടോടാ? ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഈ കുട്ടി ഇത് പ്രോസസ് ചെയ്ത് അടുത്ത ദിവസം ഇവന്റെ ആരെങ്കിലും അനിയന്റെ മേത്തോ അല്ലെങ്കിൽ ആക്കി നമുക്ക് വേദനിക്കുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആരാ ഉത്തരവാദി? അല്ല. ഞാൻ പറയട്ടെ, അതായത് ഇന്ന സിനിമ എന്നല്ല ഇപ്പൊ പറയുന്നത്. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ വയലൻസ് കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ, ആ ഒരു സാഹചര്യത്തിലാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ റിലീസായത്. അതുകൊണ്ടാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ ഇതിലോട്ട് വരാൻ കാരണം. ഇപ്പൊ ഇന്ന സിനിമ ഇറക്കരുത് എന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഈ സിനിമ എന്നൊക്കെ പറയുന്ന ഓരോരുത്തരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. അപ്പോ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിയാണ് ഈ സിനിമ എന്നൊക്കെ പറയുന്നത്. ഇപ്പോ ഈ വയലൻസിന്റെ കാര്യത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് തുടങ്ങുന്നത് എന്ന് പറയുന്നത് അതായത് ഹോൾ വേൾഡിലോട്ട് നമ്മൾ ഇറങ്ങി ചെല്ലാൻ തുടങ്ങിയ സമയം, അതായത് ലോക്ക്ഡൌൺ സമയത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓൺലൈൻ പ്ലാറ്റ്ഫോമും അതുപോലെ തന്നെ വെബ് സീരീസും കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആയി തുടങ്ങിയത്. ഇൻവോൾവ് ആയി തുടങ്ങുക എന്ന് പറഞ്ഞാൽ അവർ ഇന്ത്യയിൽ മാത്രമല്ല, ഹോൾ വേൾഡ്.
വേൾഡിൽ എന്തൊക്കെ വെബ് സീരീസ് ഉണ്ടോ, കാര്യങ്ങളുണ്ടോ, മൂവീസ് ഉണ്ടോ, അതൊക്കെ അവർ കാണുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു മാർക്കോ മൂവിയിലാണ് ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ളതെന്ന്? ഒരിക്കലല്ല. ഞാൻ പറയുമ്പോൾ വയലൻസിലെ മൂവീസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ടെറിഫയർ, റോങ് ടേൺ പോലത്തെ പല മൂവീസ്. റോങ് ടേൺ ഒക്കെ 2000 സംതിങ് ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ സിനിമകളാണ്. അങ്ങനെയാണെങ്കിൽ സിനിമ നിരോധിച്ചുകൊണ്ട് മാത്രം വയലൻസ് നിരോധിക്കണം എന്നുണ്ടോ? ഇനി എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, അതായത് ഇപ്പൊ വയലൻസ് ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നടന്നുകൊണ്ട് വരുന്നുണ്ട് വിചാരിക്കാം. അതിലിപ്പോ അവര് പറയുന്നത് ഒരു സിനിമയാണ് അതിന് കാരണം. ഇത് രണ്ട് രീതിയിൽ ഇല്ലാതാക്കാം. ഇപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് അത് പ്രോപ്പർ അല്ല. അതാണ് ഇപ്പൊ അവര് ചൂസ് ചെയ്തത്. അതായത് ഇത്തരത്തിലുള്ള സിനിമകൾ നിർത്തലാക്കുക, സ്റ്റോപ്പ് ചെയ്യാൻ. ഇപ്പൊ ഞാൻ പറയുന്നത് പലതരത്തിലുള്ള ലഹരിയുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ എന്താ മനുഷ്യന്റെ മരണത്തിന് കാരണമാക്കുന്നത് മോട്ടോർ വെഹിക്കിൾസ് ആണെന്ന് പറയുന്നുണ്ട്, ആക്സിഡന്റ് മൂലം. അങ്ങനെയാണെങ്കിൽ മോട്ടോർ വെഹിക്കിൾസ് നിരോധിച്ചൂടെ? അത് നിരോധിക്കാത്തത്? അത് നിരോധിക്കുന്നതിന് പകരം ഇനിയാണ് രണ്ടാമത്തെ മാർഗം, അതായത് പറഞ്ഞ് മനസ്സിലാക്കുക. അതായത് വേണ്ട രീതിയിലുള്ള ഇൻഫോർമേഷൻസ് ഉപഭോക്താക്കൾക്ക് കൊടുക്കുക. അതായത് ഇത് ഉപയോഗിക്കുന്ന എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അതിന് സിനിമയുടെ സെൻസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് സിനിമയാണ്, ഇതിനെങ്ങനെ കാണണം, ഇത് വെറും ഡ്രാമയാണ്, ഒറിജിനലി ഇങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെ മോറൽ വാല്യൂസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗത്തിലെ ഇൻവോൾവ് ആക്കി കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ ഒരു പെർട്ടിക്കുലർ റീസൺ കാരണമാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്രയും വയലൻസ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത് ഞാൻ യോജിക്കുന്നില്ല. അപ്പാർട്ട് ഫ്രം നമ്മൾ ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ ഇരുന്നാലും ലൈക്ക് ആ ബ്രില്യൻസ്, ആ മൂവി ബ്രില്യൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ലൈക്ക് ആ ഡയറക്ടർ ബ്രില്യൻസ് ആയാലും ആ മൂവി എടുത്ത വേ ആയാലും. നമ്മളെ ഇൻഡസ്ട്രിയിലാണെങ്കിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന എത്രയോ മൂവീസ് കുറെ പേര് കൊണ്ടുവന്നിട്ടുണ്ട്. ലൈക്ക് അതൊരു സോഷ്യൽ ഇൻഫ്ലുവൻസ് തന്നെ നമുക്ക് നൽകുന്നുണ്ട്. അത് പറഞ്ഞത് കാര്യം തന്നെയാണ്. മാർക്കോ എന്നുള്ള പടം ടെക്നിക്കലി ബ്രില്യന്റ് ആണ്. നമ്മള് കാണാത്ത ഒരുപാട് പടങ്ങൾ കാണുന്ന ആളാണ് ഞാൻ, കുറെ കാണുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഇന്ന ജോൺറെ ഇഷ്ടപ്പെടുന്ന ഒരാള് ഒന്നല്ല, എല്ലാ ഫിലിംസും ഞാൻ കാണും. അപ്പോ അങ്ങനെ വെച്ച് നോക്കുമ്പോ എനിക്ക് തോന്നിയത് ഹനീഫ് അദേനിന്റെ വർക്കിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഒരു വർക്കാണ് മാർക്കോ എന്നുള്ളത്. ശരിക്കും ഈ മാർക്കോന്റെ കേസിൽ ഒരിക്കലും എന്താ പറയാ ഇകഴ്ത്തി കാട്ടേണ്ടത് അവരെ പ്രൊഡ്യൂസറോ ഡയറക്ടറോ ഒന്നല്ല. അവിടെ തെറ്റ് വന്നിരിക്കുന്നത് സെൻസർ ബോർഡിന്റെ അടുത്ത് തന്നെയാണ്. കാരണം അഡൾട്ടറേറ്റഡ് ആയിട്ടുള്ള ഒരു പടം അത് കാണാൻ വേണ്ടി മൈനർ ഓഡിയൻസിൽ ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കുന്ന സെൻസർ ബോർഡ്. അതല്ല, പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇവരെല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വയലൻസ് തന്നെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് വയലൻസ് നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട് എന്നല്ലല്ലോ. വയലൻസിന്റെ രീതിയിൽ തന്നെ കാണിച്ചു എന്നാണ് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇവരെല്ലാരും പറഞ്ഞിട്ടുള്ളത്. അപ്പോ തീർച്ചയായും ഈ സെൻസർ ബോർഡിന്റെ ആ ഒരു കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ് എനിക്കും തോന്നുന്നത്. അല്ല, അപ്പോ ഒരു തിയേറ്ററിൽ ഇപ്പോ ഈ ഒരു പടം മാത്രമല്ല, നമുക്ക് കൊറിയൻ പടങ്ങളൊക്കെ എടുത്തു നോക്കിയാല് അതിലൊക്കെ വല്ലാണ്ട് വയലൻസ് വരുന്ന സാധനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ടെറിഫയർ എന്നുള്ളതും അതൊക്കെ എന്താ പറയാ, നമുക്ക് പെർസീവ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വയലൻസ് ഉള്ള സാധനങ്ങളാണ് അധികം വരുന്നത്. കാരണം വെറുതെ അടിക്കുക അങ്ങനത്തെ പരിപാടിയുള്ള സാധനങ്ങളൊക്കെ ഉള്ള സംഭവമുണ്ട്. അപ്പോ ആ ഓഡിയൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ചുമതലയാണ് ശരിക്കും സെൻസർ ബോർഡിനുള്ളത്. ഇന്ന കണ്ടന്റ് ഓഡിയൻസിലോട്ട് എത്തിക്കേണ്ടത് അവർക്കാണ്, ആ ചുമതല അവർക്കാണ്. അപ്പോ ആ ഒരു ചുമതല അവരല്ലേ നിറവേറ്റാത്തത്, അല്ലാണ്ട് ഈ പ്രൊഡ്യൂസറൊന്നും ചെയ്യാനാവില്ലല്ലോ. പ്രൊഡ്യൂസറിനും ഡയറക്ടർക്ക് എന്താണെന്ന് വെച്ചാല് ഒരു അദ്ദേഹത്തിന്റെ കൺവെൻഷനിലൂടെ ഒരു പടം നല്ല രീതിയിൽ തന്നെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോ രോഹിത് പറഞ്ഞതിനോട് തന്നെ ഇപ്പോ മാർക്കോ എന്നുള്ള പടം വയലൻസിന്റെ ഭാഗത്തല്ല, മറ്റുള്ള ഏരിയകളിൽ നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള പടമാണ്. മറ്റുള്ള ഏരിയകളിൽ കളർ കോൺട്രാസ്റ്റ് ആയിക്കോട്ടെ, പിന്നെ ടെക്നിക്ക്, പിന്നെ ഒരൊറ്റ ഷോട്ടിലൊക്കെയാണ് ഉണ്ണിമുന്തന്റെ ആ ഒരു പെർഫോമൻസ് ഒക്കെ കാണുന്നത്. ആ സ്റ്റെയർ കേസ് ഒക്കെ കയറിയിട്ടുള്ള ആ ഒരു ഫൈറ്റ്, അത് ഭയങ്കര എന്താ പറയണ്ട, അവര് നല്ലോണം ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സാധനം. അത് ഇറങ്ങിയതിനു ശേഷം പിന്നെ അവര് പറഞ്ഞതും വയലൻസ് തന്നെയാണ്, അത് തന്നെയാണ് പടം. എന്നിട്ട് പറയാണ് വയലൻസ് ഉള്ള പടം അങ്ങനെ വരാൻ പാടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എങ്ങനെയാത്? പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളെ ഈ സിനിമയ്ക്ക് അധികം ഇൻവോൾവ് ചെയ്യരുത്, കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന ഒരു പടം ആയിരിക്കില്ല ഇതെന്ന് പറഞ്ഞിട്ട്. പക്ഷെ സിനിമ വില്യൻസ് നോക്കിയാൽ ഷൂട്ട് ചെയ്തേക്കുന്ന മെത്തേഡ്സും നമ്മളിപ്പോ ബേസിക്കലി നമ്മൾ ജസ്റ്റ് സിനിമയെ കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതൊരു ഐഡിയ ആയിക്കോട്ടെ, ഏതൊരു ചെറിയൊരു ഐഡിയ ആയിക്കോട്ടെ, അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മീഡിയമാണ് സിനിമ എന്നുള്ളത്. അത് പൊളിറ്റിക്സ് ആയിക്കോട്ടെ, ലവ് ആയിക്കോട്ടെ, ഹെയ്റ്റ് ആയിക്കോട്ടെ, ഏതൊരു ഇമോഷനും നമുക്ക് ആ ഒരു സ്പെക്ട്രത്തിലൂടെ നമുക്ക് എളുപ്പത്തിൽ കൺവേ ചെയ്യാനാവുന്ന ഒരു മീഡിയമാണ് സിനിമ എന്നുള്ളത്. അപ്പോ അങ്ങനെ
ഈ ഒരു ജോണറിൽ വന്ന ഏറ്റവും ബെസ്റ്റ് മൂവി എന്ന് തന്നെ, അതായത് മലയാളം ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന ഏറ്റവും ബെസ്റ്റ് മൂവി എന്ന് തന്നെ എനിക്കിത് പറയാം. ഒരുപാട് പടങ്ങളുണ്ട് നമുക്ക്, എന്താ പറയാ, ചിന്തിപ്പിക്കുന്ന പടങ്ങളുണ്ട്, ചിരിപ്പിക്കുന്ന പടങ്ങളുണ്ട്. ഇപ്പോ ഞാൻ കണ്ട എനിക്ക് പേഴ്സണലി ലൈക്കായ ഒരു പടമാണ് ലിറ്റിൽ മിസ് സൺഷൈൻ എന്ന് പറഞ്ഞ പടം. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഒരു യാത്രയാണ് ആ പടം. അതായത് ഒരു കുട്ടി ഒരു പേജന്റിൽ പോകാൻ നിൽക്കുന്ന യാത്രയാണ്. അതിനിടയിൽ അവരെ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അവരുടെ ജീവിതം എങ്ങനെ മാറുന്നു എന്നുള്ളതാണ്. നമുക്ക് അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതെനിക്ക് വേറൊരു പടത്തിൽ അങ്ങനെ കിട്ടിയില്ല. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയാ, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതേപോലുള്ള പടങ്ങൾ നമുക്ക് എന്താ പറയാ, എന്തുകൊണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനത്തെ പടങ്ങളുടെ കാര്യം പറയില്ല. ഇപ്പോ ജേഴ്സി എന്ന് പറഞ്ഞ പടമുണ്ട്. നമ്മളൊരു ഫീൽഡ് ക്രിക്കറ്റർ എങ്ങനെ അയാളുടെ ലൈഫ് മൊത്തം തിരിച്ചു കൊണ്ടിരുന്നു. അതേപോലെ ഒരുപാട് പടങ്ങളുണ്ട്. ഇതൊന്നും നമ്മൾ ഈ ലിസ്റ്റിലോട്ട് ചേർക്കുന്നില്ല. ഇതൊന്നും ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതേപോലെ ജയസൂര്യന്റെ ഒരു പടമില്ലായിരുന്നു ക്യാപ്റ്റൻ പറഞ്ഞിട്ടുള്ള, പിന്നെ ഫുട്ബോളിലെ പ്രൈമേഴ്സ് ആയിട്ടുള്ള, അതൊന്നും അങ്ങനെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു ആയിട്ട് വന്നിട്ടില്ല. അതൊക്കെ എത്ര നല്ല പടങ്ങളാണ്. നമ്മളിപ്പോ ഈ നീ പറഞ്ഞ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ പടം, നമ്മുടെ സത്യൻ സോക്കർ എന്ന് പറഞ്ഞ വലിയൊരു അക്കാഡമിന്റെ തന്നെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ പേരിലാണ് അക്കാഡമി തുടങ്ങുന്നത്. അത് ശരിക്കും ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോ അത് അയാളുടെ കഥ പറഞ്ഞാൽ ഭയങ്കര ഇൻസ്പിറേഷനിലാണ്. പക്ഷെ എന്തുകൊണ്ടോ അവസാനം അയാൾ ട്രെയിനിൽ ചാടി ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ചില കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു വിങ്ങൽ മാത്രമല്ല, ചില കഥകൾ എന്താ പറയാ, നമുക്കൊരു മോട്ടിവേഷൻ തരും. നമുക്ക് ഇത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോയിക്കൂടെ, എന്താ പറയാ, ഒന്ന് പ്രയത്നിച്ചാൽ നമുക്കും ചെയ്തുകൂടെ ഇങ്ങനെയാണല്ലേ. അപ്പോ അങ്ങനെയുള്ള ഒരു കൂട്ടം കഥകളുണ്ട്. അതൊന്നും നമ്മൾ ഒരിക്കലും ഈ ഒരു കൂട്ടത്തിലോട്ട് കൂട്ടില്ല. ഇതൊന്നും ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. അതെന്താ അങ്ങനെ ആയി പോകുന്നു? ഒരു പോസിറ്റീവ് ആസ്പെക്ട് എടുക്കാനുള്ള ഒരു കഴിവ് മനുഷ്യന്മാർക്ക് ഇല്ലാണ്ടായി പോയോ? ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നല്ല. ഇപ്പൊ രോഹിത് പറഞ്ഞല്ലോ, അതായത് ഇപ്പോ ഫീൽ ഗുഡ് മൂവീസ് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് രോഹിത്തിൽ തന്നു പറഞ്ഞല്ലോ. അതുപോലെ തന്നെയാണ് ഇപ്പൊ വയലന്റ് മൂവീസും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഓഡിയൻസിന് അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷനും ഒരു കുറച്ച് ഡോപ്പാമിൻ ഇൻക്രീസ് ചെയ്യുന്ന ഒരു തരത്തിലോട്ട് പോകുന്നുണ്ട്. അപ്പോ പലതരത്തിലുള്ള കാറ്റഗറിയിലെ ആൾക്കാരുണ്ട്. ഇപ്പോ എന്റെ മൂവി എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ മൂവീസ് കാണുമ്പോൾ അവർക്ക് ഇത് വിജയിക്കണമെങ്കിൽ ആൾക്കാർ പിന്നെയും തിയേറ്ററിലോട്ട് പോകണല്ലോ. പോകുന്നത് എന്തുകൊണ്ടാ? അവർക്ക് ആ ഒരു ഫിലിം അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് വളരെ ഇഷ്ടപ്പെട്ടോണ്ടാണല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഫീൽ ഗുഡ് മൂവീസ് കണ്ട് ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ട് ഇപ്പോ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വിക്രമാദിത്യം പറഞ്ഞ മൂവി, അതിന്റെ ക്ലിപ്പൊക്കെ യൂട്യൂബിൽ വരുന്ന സമയത്ത് അതിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ കാണാം. ഇത് കണ്ടിട്ട് ഞാൻ IAS ആയി IPS ആയി എന്ന് പറയുന്ന കുറെ കമന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ജീവിത സാഹചര്യം എടുക്കുക, വളരെ മോശപ്പെട്ട ജീവിത സാഹചര്യത്തിൽ വളർന്നു വരുന്ന ഒരു ആളാണെന്ന് വിചാരിക്കാം. അവനിപ്പോ ഒരാളെ എന്തെങ്കിലും അക്രമിക്കില്ല. ഇപ്പൊ പ്ലസ് ടു ഫെയിൽ അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ എന്തെങ്കിലും അക്രമ മനോഭാവം, അതിപ്പോ വീട്ടിലത്തെ സാഹചര്യം എന്തോ ആയിക്കോട്ടെ, മനോഭാവമുള്ള ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഒരു യുവാവോ അങ്ങനെ ആരെങ്കിലും ആയിക്കോട്ടെ, അയാൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ അയാൾക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ അതൊരു മൂവിയിലൂടെ അയാൾ കാണുന്നുണ്ട്. താനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുണ്ട് വിചാരിച്ചിട്ട് അത്തരം കാര്യങ്ങളിലൊക്കെ അതായത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് അയാൾക്ക് കിട്ടുന്നത്. നമ്മളിപ്പോ നീ പറഞ്ഞത് കാര്യമാണ്. നമ്മളിപ്പോ ഇങ്ങനൊരു എന്താ പറയാ, ഒരു ഈ എക്സസീവ് വയലൻസ് രണ്ടു തരം എഫക്ട് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഒന്നൊരു ഷോർട്ട് ടേം എഫക്ട്, അത് നീ പറഞ്ഞ പോലെ ഡോപ്പമീൻ ഇൻക്രീസ് ചെയ്യുക, ആ ഒരു എന്താ പറയാ ഒരു എക്സിലറേഷൻ കൊണ്ടുവരിക എന്നുള്ളത് അതാണ് ഒരു ഷോർട്ട് ടേം എഫക്ട്. പക്ഷെ ഇതിന് ലോങ് ടേം എഫക്റ്റും കൂടെ ഉണ്ട്. ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയും. അതായത് ഈ വയലൻസ് കണ്ട് ഇവർക്കിത് ശീലമാവും. നിത്യേന ഇവർ ലൈഫിൽ നടക്കുന്ന ഒരു സംഭവം പോലെ ആവും ഇവർക്ക്. അപ്പോ നേരത്തെ താജ് പറഞ്ഞു, ഇവർക്ക് വേണ്ട ഒരു അറിവാണ് കൊടുക്കേണ്ടത്. അതായത് ഇതൊക്കെ എന്താ പറയാ നിത്യേന നടക്കുന്ന സംഭവങ്ങളല്ല. നമ്മുടെ സഹജീവികളെ നമ്മൾ സ്നേഹിക്കുക, കൂടുതൽ സഹോദരങ്ങളെ കണക്കാക്കുക, ആ ഒരു ചിന്ത മനുഷ്യനിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ വയലൻസിലോട്ട് തിരിയില്ല എന്നുള്ള. നമ്മളിപ്പോ ഇന്നാള് കണ്ടു ഒരുപാട് ക്രൈമുകൾ നടക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതായത് പ്ലാൻ ചെയ്ത് 10ാം ക്ലാസ്സുകാരനെ ഒരു കുട്ടിയെ ഇല്ലാതാക്കുക, സ്വന്തം വീട്ടിലെ സ്വന്തം അനിയനെ അടക്കം കൊല്ലുക എന്നുള്ളത്. അപ്പോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതൊന്നും ഒരു പടം കൊണ്ട് മാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സംഭവമല്ല. ഒരു പടത്തിന് ഒരിക്കലും ഇങ്ങനെ സംഭവം ഇൻഫ്ലുവൻസ് ചെയ്യാനില്ല. ഒരുപാട് ആൾക്കാർ ഇതൊക്കെ ഈ മാർക്കോ എന്ന് പറഞ്ഞ ഫിലിമിന് മുകളിൽ ചാർത്തിയവരുണ്ട്. മനസ്സിലായോ? ഇന്നയാള് അയാളുടെ പേഴ്സണൽ പ്രശ്നങ്ങളുണ്ട്, അയാൾ അത് ചെയ്തു തീർക്കുമ്പോൾ ആൾക്കാരത് കോറിലേറ്റ് ചെയ്യുന്ന, ഇങ്ങനെ സംഭവമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എന്താ പറയാ ഇങ്ങനെ ഒരു സംഭവം ഇറങ്ങിയത് കൊണ്ട് ആൾക്കാർ വയലന്റായി മാറി, ആൾക്കാർ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷെ നമുക്കിപ്പം കുറെ ന്യൂസ് കാണാം, ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ചെയ്തു,
ഈ മൂവി കണ്ട് ഇൻഫ്ലുവൻസ് ആയി അങ്ങനെ നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോ ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ഈയിടെ ആയിട്ട് സംഭവിച്ചു വരുന്ന പലതരത്തിലെ വയലന്റ് ആയിട്ടുള്ള കേസുകൾ മൂലമാണല്ലോ ഇപ്പോ ഈ ഒരു സിനിമയ്ക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം നേരിടേണ്ടി വന്നത്. അപ്പൊ ഈ ഒരു കേസുകൾ എല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ലഹരിയാണ്. അപ്പോ ലഹരി ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പോ ഈ ഒരു പുതിയ തലമുറയിലെ സിനിമ തൊട്ടല്ലല്ലോ, പണ്ട് മുതലേ ഉണ്ടല്ലോ മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോ എന്തുകൊണ്ട് വയലൻസിനേക്കാൾ ഉപരി ലഹരി ആയിക്കൂടാ? അല്ല, നമ്മളിപ്പോ പറഞ്ഞ ഒരു കേസിൽ ലഹരി എന്നല്ല ഫാക്ടർ വരും. ലഹരി കാരണമുള്ള സംഭവങ്ങളുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ ഇപ്പോ നമ്മള് അഫാന്റെ കേസ് എടുത്താലും അതിലൊന്നും ലഹരി ഒരു ഇതല്ല. ഷഹബാസിന്റെ കേസ് എടുത്താലും അതിലും ലഹരി ഒരു പ്രശ്നമല്ല. ലൈക്ക് അവരുടെ സോഷ്യൽ സ്റ്റാൻഡേർഡ്, അവരെന്ത് ചെയ്താലും അവരെ കൂടുള്ളവർ നോക്കിക്കോളും എന്നുള്ളൊരു മെന്റാലിറ്റി ബിൽഡ് ചെയ്യുന്നതിലും ഒരു വിഷയം ഉണ്ടെന്നുള്ളതാണ്. അതായത് ജുഡീഷ്യൽ സിസ്റ്റത്തിനെയാണോ ചോദ്യം ചെയ്യുന്നത്? അങ്ങനെ വേണമെങ്കിലും പറയാം. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളിപ്പോ എന്ത് ക്രൈം ചെയ്താലും 10 ദിവസം കൊണ്ട് പുട്ടുപോലെ പുറത്തിറങ്ങി വരുന്നുള്ള ഒരു ധൈര്യം നമ്മുടെ യുവതയ്ക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ഒരാളെ പ്ലാൻ ചെയ്തുള്ള മേർഡറിന് CRPF സെക്ഷൻ പ്രകാരം, അതായത് കൊടുക്കേണ്ട ലൈക്ക് ശിക്ഷ എന്നുള്ളത് തൂക്കിക്കൊല്ലലാണ്. അതാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ് കൊടുക്കേണ്ടത് ഒരാളെ പ്ലാൻ ചെയ്തുള്ള മേർഡർ. പക്ഷെ ഇങ്ങനൊരു മേർഡർ കമ്മിറ്റ് ചെയ്തതിനു ശേഷം എത്ര പേര് തൂക്കിക്കൊന്നായിട്ട് നിങ്ങളുടെ അറിവിലുണ്ട്? ഇല്ല. അവർക്ക് വേണ്ടി നിയമങ്ങൾ ഇങ്ങനെ എന്താ പറയാ, നമ്മളതിനെ ലഘൂകരിച്ചുകൊണ്ട് കൊടുക്കുക അല്ലെ. ഗോവിന്ദസ്വാമി എന്ന് പറഞ്ഞ ആൾ ഇപ്പോഴും ജയിലിൽ കഴിയാണ്. അതായത് ആ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടീനെ പീഡിപ്പിച്ച് കൊന്നതിന് ശേഷം അയാൾ ഇപ്പോഴും ജയിലിൽ കഴിയാണ്. അയാൾ ഇൻഫ്ലുവൻസ് ചെയ്ത ഫാക്ടർ എന്തായിരിക്കും? നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതുപോലൊരു പദമാണ് അയാൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അല്ല, അയാളുടെ ചിന്താഗതിയാണ്. അയാൾ രക്ഷപ്പെടുന്നുള്ള ചിന്താഗതിയാണ് അയാളെ ഇൻഫ്ലുവൻസ് ചെയ്തത്. അയാളിപ്പോ തിന്നത് അടിച്ചു കൊടുത്ത് അയാൾ ജയിലിൽ കിടക്കുന്നുണ്ട്. എന്തെങ്കിലും അറിവുണ്ടോ? ഇല്ല. അയാൾ സുഖമായിട്ട് അവിടെ ജീവിച്ചു പോകുന്നുണ്ട്. അയാൾ കുറച്ചാലും പുറത്തിറങ്ങും. അയാൾ പിന്നെ ഇതുപോലെ ക്രൈം ചെയ്യാതിരിക്കാം, ഒന്നും പറയാനാവില്ല. ഞാൻ ഒരിക്കലും എന്താ പറയാ ഇങ്ങനൊരു പടം കാരണം എന്താ പറയാ കുറച്ച് ആൾക്കാരുടെ ചിന്താഗതി മാറും എന്നുള്ളത് അതിലും എനിക്കും അഭിപ്രായം ഇല്ല. മൂവീസ് ആണെങ്കിൽ അപ്പൊ എല്ലാം നോക്കണ്ടേ വരും, എല്ലാ മൂവീസും നോക്കണ്ടേ വരുമല്ലേ. ഈ വയലൻസ് എന്നുള്ളത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമല്ല, എത്ര കാലം മുന്നേ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എ റേറ്റഡ് വയലൻസ് കാരണം എ റേറ്റഡ് വരുന്ന പടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് എ റേറ്റഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യക്ക് പുറത്ത് ആർ റേറ്റഡോ. ആർ റേറ്റഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ 18 വയസ്സാണ് ഒരു ക്രൈറ്റീരിയ വരുന്നത്. ആർ റേറ്റഡ് മൂവീസിന്റെ മലേഷ്യ പോലത്തെ രാജ്യങ്ങളിലൊക്കെ ക്രൈറ്റീരിയ 21 വയസ്സാണ്. ഇപ്പൊ മാർക്കോ പോലത്തെ മൂവീസ് ഒക്കെ അവിടെ റിലീസ് ചെയ്യുന്നത് ആർ റേറ്റഡ് ആയിട്ടാണ്. ഇപ്പൊ 21 വയസ്സിന് മുകളിലുള്ളവർ മാത്രം കാണും. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ മലേഷ്യ എന്ന് പറഞ്ഞ ഒരു കൺട്രിയിലാണെന്നുണ്ടെങ്കിൽ അവർ ആ റൂൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. ഇപ്പൊ രോഹിത് പറഞ്ഞ പോലെ തന്നെ സെൻസർ ബോർഡ് ഒരു നിയമം ഇറക്കി, അതായത് 18 വയസ്സിന് മുകളിൽ ഒരു മാത്രം കണ്ടാൽ മതി പറഞ്ഞാൽ അവിടെ അത് മാത്രമേ കാണുള്ളൂ. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല. രോഹിത് പറഞ്ഞ ഒരു ഫാമിലി ആയിട്ട്, ഞാൻ പോയപ്പോഴും ഫാമിലി ആയിട്ടുണ്ടായിരുന്നു, ചെറിയ മക്കളും ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അതാ ചുരുക്കി പറഞ്ഞാല് നമ്മളും നമ്മുടെ ചുറ്റുമുള്ള നിയമവ്യവസ്ഥയും അത് നമ്മൾ ലഘൂകരിക്കുന്ന രീതിയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് കാരണം എന്ന് പറയാം. ഇപ്പൊ ഈ അടുത്തൊരു ന്യൂസ് കണ്ടു, ഒരു 12 വയസ്സുകാരൻ, വെറും 12 വയസ്സുള്ള ഒരാള്, ഒരു ചെറിയ കുട്ടി എന്ന് പറയാം, ഒരു 7ാം ക്ലാസ്സുകാരന്റെ കയ്യിൽ ലഹരി വസ്തു കിട്ടുകയും ആ ലഹരി വസ്തു വെള്ളത്തിൽ കലക്കി സ്വന്തം അനിയത്തിക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോ ഇതിലോട്ടൊക്കെ ലീഡ് ചെയ്യുന്ന സംഭവം എന്നുള്ളത് നമുക്കതിലൊരു ബേസിക് കോസ് നമുക്ക് കണ്ടെത്താനാവൂല. എന്തുകൊണ്ടാണ് ഇവനിത് ചെയ്തതെന്നുള്ളത് നമുക്ക് ഒറ്റ ഫാക്ടറായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാനും ആവൂല. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും. ചിലപ്പോ അവനത് ഡെയിലി കണ്ടിട്ടുണ്ടാവാം. ഇപ്പോ ഈ വയലൻസ് ഇപ്പൊ നമ്മൾ കണ്ട പോലെ ഈ ഷഹബാസിന്റെ കൊലപാതകം നമ്മൾ കണ്ടതാണ്. അതിലിപ്പോ ഈ വിദ്യാർത്ഥികള് നഞ്ചൊക്കെ ഉപയോഗിച്ചാണ് അവന്റെ തലക്കിട്ട് അടിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അവൻ മരണപ്പെടുന്നതെന്നാണ് പറയുന്നത്. അപ്പോ ഈ എന്താ പറയാ, ഇവരിത് ഡെയിലി കണ്ടിട്ടുണ്ടാവും. ഒരു പക്ഷെ അവർ ഡെയിലി കണ്ടിട്ടുണ്ടാവാം, എന്താ പറയാ, ഈ അടിക്കുന്നതും തൊഴിക്കുന്നതും അവര് വീട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ അവരുടെ ചുറ്റുപാടിൽ നിന്നും കണ്ടിട്ടുണ്ടാവാം. അപ്പോ ഈ ഒരു സംഭവം അവരവരെ റിയൽ ലൈഫിലോട്ട് കൊണ്ടുവരിക, അവരത് ഞങ്ങളിത് കാണുന്നതാണല്ലോ, കുഴപ്പമില്ല, അതുകൊണ്ട് നമുക്ക് ചെയ്യാം എന്ന രീതിക്ക് ചെയ്തതായിക്കൂടെ. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഒരു വയലൻസ് മൂവി കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നതിനെക്കാട്ടും നമ്മളൊരു ഫീൽ ഗുഡ് മൂവി കണ്ട് കുറെ പേര് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. ലൈക്ക് അപ്പാർട്ട് ഫ്രം ദിസ്, ഇപ്പൊ നമ്മളെ മൂവി ആണെങ്കിൽ എനിക്ക് തോന്നി പേഴ്സണലി പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് ഒക്കെ ഏറ്റവും നല്ല മൂവി എന്ന് പറയാൻ പറ്റും ഒരു ഇംഗ്ലീഷ്. ലൈക്ക് ആ ഫാദർ സൺ ബോൺ, അദ്ദേഹം എത്രയോ കഷ്ടപ്പെട്ട് ആ മോനെ അതിന്റെ ഇടയിൽ അവിടെ ആക്കുന്നു ഇവിടെ ആക്കുന്നു, അതിന്റെ ഇടയിൽ ജോലിക്ക് പോകുന്നു. ഇതൊക്കെ നമ്മൾ ഇപ്പൊ യൂത്ത്, ഒരു കോളേജ് സ്റ്റുഡൻസിന്റെ രീതിയിൽ നമ്മളെ എത്രയോ മോട്ടിവേഷൻ ആക്കുന്നുണ്ട്. അപ്പോ അതേമാതിരി ജേക്കബിന്റെ സ്വർഗരാജ്യം, അതൊക്കെ ഒരു സ്റ്റാർട്ടപ്പ്
പേഴ്സണാലിറ്റി നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ എത്രയോ മോട്ടിവേഷൻ കിട്ടുന്ന ഒരു മൂവിയാണ്. കുറെ വരുന്നുണ്ട്. അപ്പോ നമുക്ക് ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം അല്ലെ. ഇവിടെ ഇന്ന് കോളേജ് ഫിലിം ക്ലബിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള രോഹിത് ആൻഡ് സെക്കൻഡ് ഇയർ നന്ദന, ശബരിനാഥ് ആൻഡ് മൈസെൽഫ് താജ് സൈനിങ് ഓഫ്.